ഹലോ! എല്ലാവർക്കും സുഖമാണോ? കുറേ ആയില്ലേ നമ്മളൊരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ വ്ളോഗാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടാൻ പോകുന്നത്. ഹായ്! രാവിലത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ട് ഇപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല കണ്ണൊക്കെ എഴുതി ഐശ്വര്യമായിട്ട് വന്നിരിക്കുകയാണ് പൊങ്കാല ഇടാനായിട്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ. നമ്മൾ അധികം വൈകിക്കാതെ പൊങ്കാല ഇടാനുള്ള സ്പോട്ടിലെത്തി. നമ്മുടെ കടയുടെ മുന്നിൽ തന്നെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അവിടെ എത്തിയപ്പോൾ എന്തെന്നില്ലാത്തൊരു ഫീലായിരുന്നു. ഭയങ്കര ഒരു ഡിവോഷണൽ എൻവയൺമെൻ്റ് ആയിരുന്നു. അവിടെ ഭക്തിഗാനമൊക്കെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ശക്തിതന്നവതാരമായി വാഴും ആറ്റുകാലം നീ പരമ്പൊരുളേ. മറ്റുള്ള സ്ത്രീകളും പൊങ്കാല ഇടാനായിട്ട് അവിടെ അടുപ്പ് കൂട്ടുകയും അതിന് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുക ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡിൽ അധികം തിരക്കൊന്നുമില്ല. സിറ്റി സെൻറ്റർ ആണെങ്കിലും നമ്മുടെ ആ റോഡിൽ അവിടെയുള്ള വീട്ടുകാരാണ് പൊങ്കാല ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗണപതിക്ക് വെക്കാനായിട്ട് അതിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അടുത്തുള്ള കടയിൽ നിന്ന്. ആ സമയം കൊണ്ട് അമ്മ ഇവിടെ അടുപ്പ് സെറ്റാക്കി അതിൻ്റെ മുകളിൽ കുടവും അതിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വിളക്ക് എത്തിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ വിളക്കും കത്തിച്ചു. കാറ്റുണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അണഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് കത്തിച്ചു കൊടുത്തു. അമ്പലത്തിൽ പൊങ്കാല എടുപ്പിന് തീ കൊളുത്തി. അപ്പോൾ നമ്മൾ അതേ സമയം ഇവിടെയും പൊങ്കാല എടുപ്പിന് തീ കൊളുത്തുവാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കലത്തിലെ വെള്ളം ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കലത്തിൽ അരി കഴുകി ഇട്ടു. ഞങ്ങളുടെ എല്ലാവരുടെയും കലത്തിൽ അരി ഇങ്ങനെ തിളച്ച് പൊന്താനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഏകദേശം തിളച്ചും തുടങ്ങിയിരുന്നു. അപ്പോഴത്തേക്കിനും അമ്മയുടെ ഇങ്ങനെ തിളച്ച് പൊന്താനായിട്ട് ഇങ്ങനെ തുടങ്ങി.
അധികം വൈകാതെ ഞാനിട്ട പൊങ്കാലയരിയും തിളച്ച് പൊന്താനായിട്ട് തുടങ്ങിയായിരുന്നു. അത് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലായിരുന്നു എനിക്ക് അപ്പോൾ തോന്നിയിരുന്നത്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാനൊരു വല്ലാത്തൊരു ഇമോഷനിലായിരുന്നു. ഇട്ട പൊങ്കാലയരി തിളച്ച് പൊന്തി വെന്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് ശർക്കര ഇട്ടു. ശർക്കരയും തേങ്ങയും കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടായിരുന്നു. അങ്ങനെ പൊങ്കാലയിലെ വെള്ളമൊക്കെ വറ്റി പൊങ്കാല ഏകദേശമൊക്കെ തയ്യാറായിട്ട് നമ്മൾ അടച്ചു വെക്കാനായിട്ട് പോവുകയാണ്. മിക്ക സ്ത്രീകളും പൊങ്കാല ഇട്ട് കഴിഞ്ഞു. പൊങ്കാല അടുപ്പ് അണഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അടച്ചും വെച്ചും കഴിഞ്ഞു. ഇനി നിവേദ്യത്തിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഇട്ട പൊങ്കാലയൊക്കെ നിവേദ്യമാക്കാനായിട്ട് തിരുമേനി വരുവാണ്. അങ്ങനെ ഞങ്ങളുടെ പൊങ്കാലയും തീർത്ഥമൊക്കെ തളിച്ച് തിരുമേനി നിവേദ്യമാക്കി. ഞങ്ങൾ ഇട്ട പൊങ്കാല ആറ്റുകാലമ്മ മനസ്സോടെ സ്വീകരിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു. അത്രയും സന്തോഷത്തോടെയും അത്രയും പ്രാർത്ഥനയോടെയും കൂടെ ഇട്ട പൊങ്കാലയാണ്. പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ആറ്റുകാൽ അമ്പലത്തിലോട്ട് പോവാണ് ദർശനത്തിന്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വട്ടം പോയിരുന്നു. നമുക്ക് നല്ല ദർശനവും കിട്ടി. ഇപ്പോൾ ഇന്നും പോകണം എന്ന് കുറച്ച് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ദർശനം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തിയത് അമ്പലത്തിന് മുന്നിൽ നമ്മൾ നിൽക്കുകയാണ്. ഭയങ്കര ക്യൂ ഉണ്ട്, ഭയങ്കര തിരക്കുണ്ട്. കുറേ ആൾക്കാരൊക്കെ വന്ന് പോയിരിക്കുന്നു. വന്ന വഴിയിലും നല്ല ബ്ലോക്കായിരുന്നു. പൊങ്കാല എടുപ്പൊക്കെ അങ്ങനെ അവിടെ ഇട്ടേക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറാനായിട്ട് ഇങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് ഓൾറെഡി. ബ്ലോക്കൊക്കെ കാരണം ഞങ്ങളിവിടെ എത്താൻ ഒരു 6:30 ആയിരുന്നു. പക്ഷെ ദർശനം പെട്ടെന്ന് കഴിഞ്ഞു. നമുക്ക് അകത്ത് അത്ര ക്യൂ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം ദർശനമൊക്കെ കഴിഞ്ഞ് നല്ല സുഖമുള്ളൊരു ദർശനമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഒന്ന് പഴമങ്ങാടിയിലൊന്ന് പോയി തൊഴണം.